ഗൈസ്, നമുക്കിന്ന് എഗ് റൈസ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ കുറച്ച് എണ്ണ അതിനകത്ത് ഒഴിക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കാമേ. ഓക്കെ, എണ്ണ ഒഴിച്ചു. ഇനി അത് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുക് ഇടാം. അപ്പോൾ എണ്ണ ചൂടായി, നമുക്ക് കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇഞ്ചി ചേർക്കാമേ. ഇഞ്ചി മൂത്ത് വന്ന് നമുക്ക് കറിവേപ്പില ചേർക്കാം. എല്ലാവരും പല ടൈപ്പിലാണ് എഗ് റൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇനി നമുക്ക് കീറി വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വരാനെ കൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് സവാള വഴണ്ടി കിട്ടും. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ട് കിട്ടട്ടെ. അപ്പം നമ്മൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഞാൻ പച്ചമുളക് ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് ഞാൻ ഇനി ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. ഒത്തിരി എരി വേണ്ടാത്തതുകൊണ്ട്. എരി വേണമെന്നവർക്ക് ആവശ്യത്തിന് അല്ലാത്ത മുളക് പൊടി ആഡ് ചെയ്യാമേ. അടുത്ത മുളക് പൊടി ഞാൻ ആഡ് ചെയ്യാം, കാശ്മീരി ചില്ലി പൗഡർ. നമുക്കത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ആഡ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടത്തുള്ളൂ. പലരും പല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. അപ്പം ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇളക്കാം. ഞാൻ ഇവിടെ 3 മുട്ട എടുത്ത് വെച്ചിരിക്കുന്നു. 3 മുട്ടയ്ക്കുള്ള എഗ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുട്ട പൊട്ടിച്ചൊഴിക്കട്ടെ. ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ചിക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ചിക്കി അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ അത് ചിക്കി ഇളക്കി അത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ സാധാരണ വെക്കുന്ന ചോറ് ബാസ്മതി റൈസ് അല്ല, സാധാ ചോറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്തിട്ട് വരാമേ. ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എഗ് റൈസ് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ശരി എന്നാൽ.